ഹൂറികളും മദ്യപ്പുഴയും. ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും വിമർശകരുടെ നാവിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു പരിഹാസ വിഷയമാണിത്. ഈ അടുത്ത് കോഴിക്കോട് വെച്ച് നമ്മുടെ ചാനൽ അൺമാസ്കിംഗ് അനോമലീസ് നടത്തിയ തുറന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളിലൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഈ വിഷയത്തിൻ്റെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ കമൻറ്റുകളോടുള്ള ഒരു റിയാക്ഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉള്ളടക്കം. നമുക്ക് ചില കമൻസ് ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് കിടക്കാം. ഇതിൽ വന്ന കുറേ കമൻറ്റുകൾ ഒരേ രൂപത്തിലായതുകൊണ്ട് ജസ്റ്റ് ആ ഒരു വിഷയം മാത്രം, ആ കമൻറ്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. ഒന്നാമത്തത് ആ ചോദ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹൂറികൾ അല്ലെങ്കിൽ അങ്ങനെ അതിലൊക്കെ ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ രണ്ടാമത്തത് മദ്യപ്പുഴ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള മദ്യപ്പുഴ അവിടെ പറ്റുമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഹറാമാക്കി അവിടെ ഓക്കെ ആണെങ്കിൽ പിന്നെന്താ? അതുപോലെ തന്നെ ഇവിടെ തെറ്റ് ചെയ്യാതിരിക്കുന്നത് സ്വർഗത്തിൽ തോന്നിയാസം ചെയ്യാനാണോ? ഇങ്ങനെയുള്ള കുറേ കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെ എടുത്തു പോകാം. ഒന്നാമത്തത് ഹൂറികളിലൊക്കെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അതായത് ഹൂറി എന്ന് പറയുന്ന കാര്യം ശരിക്കും പോസിബിൾ ആണോ എന്നുള്ളതാണ് ആക്ച്വലി അവിടെ ഒരു ധ്വനി എന്ന് പറയുന്നത്. അതൊക്കെ സാധ്യമാണോ എന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ വീഡിയോ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആരോടും നേരെ പോയിട്ട് സ്വർഗത്തിൽ വിശ്വസിക്കാനോ പരലോകത്തിൽ വിശ്വസിക്കാനോ നമ്മൾ പറയുന്നില്ല. ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം ഏകനാണെന്നും അവൻ നമുക്ക് സന്ദേശം അയച്ചിട്ടുണ്ട് എന്നുമുള്ള ബോധ്യത്തിൽ നിന്നാണ്, ആ സന്ദേശത്തിൽ നിന്നാണ് പരലോകം നമുക്ക് ലഭിക്കുന്നത്. അഥവാ ദൈവമുണ്ട് എന്നതിൽ നിന്നാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണത്തിൻ്റെ ആത്യന്തികമായ അവസാനമായി, പരമമായിട്ടുള്ള അവസാനമായി ഒരു പരലോകം ഉണ്ടാകുന്നു. അവിടെ പരലോകത്തുള്ള രണ്ട് ലോകങ്ങളിൽ ഒരു ലോകമാണ് സുഖലോലുപതകളുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയായിട്ടുള്ള സ്വർഗം. ആ സ്വർഗത്തിലുള്ള ഒരു അവസ്ഥയായിട്ടാണ് എന്ത് പറയുന്നത്, ഹൂറികളെ പറ്റി പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില ആൾക്കാരുടെ കണ്ണ് ചിലയിടങ്ങളിൽ മാത്രമാണല്ലോ സ്റ്റക്കായി നിൽക്കോളും. അപ്പോൾ അവരവിടെ സ്റ്റക്കായി നിന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുന്നു, ഇതുണ്ടോ ശരിക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മൾ പറയുന്നത് എന്താണ്, ഇതെല്ലാം സാധ്യമാക്കുന്ന ഒരു പടച്ചവനുണ്ടെങ്കിൽ, സർവശക്തനായ സർവ്വതിനും കഴിയുന്ന ഒരു പടച്ചവനുണ്ടെങ്കിൽ ഇതല്ല എന്തു സാധ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ സുഖലോലുപതയുടെ സ്വർഗം എന്ന് പറയുമ്പോൾ ശരിക്കും ഹൂറി അല്ല. ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് അവിടെ വളരെ അത്ഭുതമായിട്ട് തോന്നിയത്, ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്ത് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും സമാധാനം എന്നുള്ളത് സ്ഥായിയായി കിട്ടുന്നതല്ല മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിൽ പോലും ആ മനുഷ്യൻ പ്രയാസത്തോടെ കടന്നു പോകുന്ന, മനസ്സമാധാനമില്ലാത്ത അവസ്ഥയെ കടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ ലോകത്തുണ്ട്. പ്രയാസമുള്ള ആളുകളും ബുദ്ധിമുട്ടുള്ള ആളുകളും ഇനി മധ്യാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളും സുഖസൗകര്യങ്ങളുടെ ഏത് ശ്രേണി എടുത്താലും അവിടെ പ്രയാസങ്ങളോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ ഈ ലോകത്തുള്ളൂ. മാനിയൊക്കെ ബാധിച്ച മനസ്സിന് മാനസിക രോഗമൊക്കെ ഉള്ള ആളുകൾ ആ അവസ്ഥയിൽ മാത്രമേ ചിലപ്പോൾ ഫുൾ ഹാപ്പിനെസ്സിൻ്റെ മൂഡിൽ നിൽക്കുള്ളൂ, എക്സ്റ്റാറ്റിക് മൂഡിൽ നിൽക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും അസമാധാനം ഈ ലോകത്തുണ്ട്. ഒരുപക്ഷെ സ്ത്രീകളുടെ വിഷയത്തിൽ ഈ ലോകത്ത് ഒരുപാട് സൗകര്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. സമാധാനത്തിൻ്റെ വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറം ഈ ലോകത്ത് സുഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സൗകര്യം അനുഭവിക്കുന്ന ആരുമില്ല. പടച്ചോൻ അവിടെ പറയുന്ന ആ കാര്യം എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം എന്ന സമാധാനം എന്ന വാക്കാണ് നിന്റെ റബ്ബിൽ നിന്ന്, കാരുണ്യവാനായ നിന്റെ റബ്ബിൽ നിന്ന് അവിടെ ലഭിക്കുന്നത്. സമാധാനത്തിന് വിരുദ്ധമായ ഒരു കാര്യം അവിടെ സംഭവിക്കില്ല എന്ന് പറയുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതുപോലെ സാധ്യമാണ് പരലോകത്ത്. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് സമാധാനമില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവില്ല. അഥവാ ഈ മനുഷ്യൻ ഈ ലോകത്ത് പ്രാപ്യമായി തീരെ തോന്നാത്ത വിഷയങ്ങൾ, ഇതല്ലാത്ത എനിക്കതാണ് തോന്നിയത്, വേറെ ആൾക്ക് ഓരോന്ന് തോന്നിയ ഒരു വിഷയങ്ങളുണ്ടാവും. സകലതും സാധ്യമായൊരു ലോകമാണത്. അത് സാധ്യമാവൂലേ? സാധ്യമാവും. കാരണം ആരാണത് സൃഷ്ടിക്കുന്നത്, അത് സംവിധാനിക്കുന്ന ആരാണ്? ദൈവമാണ്, സർവശക്തനാണ്, എല്ലാത്തിനും സാധ്യമായവനാണ്, മറ്റൊരാളുടെ നിയമം അനുസരിക്കുന്നവനല്ല, സ്വയം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. അങ്ങനൊരു പടച്ചവന് എല്ലാം സാധ്യമാവും. അവൻ എന്തെങ്കിലും ഒന്ന് സാധ്യമായിട്ടില്ലെങ്കിലാണ് അവിടെ നമുക്ക് ആശങ്കയും സംശയവും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാവേണ്ടത്. ഇപ്പം ഈ സൗദ് പറഞ്ഞതുപോലെ ഓരോരുത്തരെയും ഇപ്പോൾ സ്വർഗത്തിൻ്റെ വർണ്ണനകൾ പറയുമ്പോൾ അതിൽ വളരെ വിശാലമായിട്ടാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളത്. ഓരോരുത്തരെയും പലതാണ് സ്വാധീനിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അനാവശ്യ പദപ്രയോഗങ്ങളില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇടങ്ങേറുള്ളൊരു സാമൂഹ്യാന്തരീക്ഷം ഇല്ലാത്തൊരു ലോകമായിരിക്കും ഈ സ്വർഗം എന്നുള്ളത്. അത് വളരെയധികം, അതേപോലെ തന്നെ കുട്ടികൾ ഓടിക്കളിക്കുന്ന, എന്ന് വെച്ചാൽ നമുക്കൊരു കൺകുളിർമയുള്ള, പിന്നെ ഒരു നല്ല വീടും അതുപോലെയുള്ള സൗകര്യങ്ങളും, അതുപോലെ തന്നെ നല്ല സാമൂഹ്യാവസ്ഥ എന്ന് പറയുന്ന കുട്ടികളെക്കുറിച്ച് ലുലു എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള രത്നങ്ങൾ പിന്നെ ചെതറിക്കളിക്കുന്നത് പോലെയുള്ള കുട്ടികൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു നല്ലൊരു രസമുള്ള ഒരു അന്തരീക്ഷം, ഈ പറഞ്ഞതുപോലെ സമാധാനപരമായ ഒരു അന്തരീക്ഷം, ഇതൊക്കെയാണ് നമുക്കൊക്കെ മനസ്സിൽ സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്. അതേപോലെ തന്നെ ഭക്ഷണം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുക, ഇതൊക്കെ നമ്മൾ സൽക്കാരം. അതേപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആകർഷിക്കുന്നത് ഇപ്പൊ ദുനിയാവിൽ വെച്ചിട്ട് സൗന്ദര്യത്തെ സംരക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവിടുത്തെ സൗന്ദര്യ സങ്കല്പം, അതിന് വിശ്വാസം പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ആകർഷിക്കുന്ന ആളാണ്. അപ്പോൾ
ഓരോരുത്തരും അവരുടെ ദുനിയാവിലെ ക്യാരക്ടർ അനുസരിച്ചാണ് സ്വർഗത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ അവരെ സ്വാധീനിക്കുക. അതെ. അപ്പൊ എനിക്ക് ദുനിയാവിൽ ഇത് കിട്ടണം, ഇതിനേക്കാൾ പെർഫെക്ഷനോടുകൂടി എനിക്ക് സ്വർഗത്തിൽ കിട്ടും, അത് കിട്ടുമ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയാണ് സത്യവിശ്വാസികൾ ഉണ്ടാവുക. അപ്പോൾ ഇപ്പം നമ്മൾ മുസ്ലിങ്ങളായി നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ സ്വർഗത്തിൽ വിശ്വാസം ഉണ്ടാവുക. മുസ്ലിങ്ങളെ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത്. ഇപ്പോൾ എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, ആ ടേസ്റ്റുകൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനിൽ പഠിച്ചവന് എന്ത് ചെയ്യും, സ്വർഗത്തിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എനിക്കൊരു മനസമാധാനത്തിനാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ പെർഫെക്ഷനിൽ പഠിച്ചവൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പെർഫെക്ഷനിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഈ പിന്നെ ലൈംഗികത എന്ന് പറയുന്നത്. ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു പരിഹാസമായിട്ടൊക്കെ വരാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ആളുകൾക്ക് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കൺസെപ്റ്റുകളാണ്. പ്രത്യേകിച്ചും ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയിൽ നിന്ന് വരുന്ന തിരിഞ്ഞു വരുന്ന ഒരു പ്രശ്നമാണിത്. അതായത് ലൈംഗികത ആസ് ഇറ്റ് സെൽഫ് ഒരു പ്രശ്നമാണ്, ഒരു സിന്നാണ്, തിന്മയാണ് എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ചാൽ അത് പിന്നെ വേറെ വഴിയില്ലല്ലോ. പക്ഷെ അത് ഇപ്പൊ ലിബറലുകൾ ശരിക്കും ഇതിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നത്. ഇത് ഒരു സൈഡിൽ ഇസ്ലാമിനൊക്കെ വിമർശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് പറയുന്നു അത് ബഹുഭാരത് എന്ന് പറയുമ്പോൾ മോശം. എന്താ കാരണം? സെക്ഷുവാലിറ്റി ആണല്ലോ 4 പേരോട് പ്രകടമാക്കുന്നത്. മോശമല്ലേ, വളരെ വൃത്തികേടല്ലേ. അതുപോലെ സ്വർഗത്തിൽ ഹൂറുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അസ്വാജ മുത്തഹറ, പരിശുദ്ധരായിട്ടുള്ള ഇണകളുണ്ട്. അവിടെ സെക്ഷുവൽ ലൈഫിന് അത്രയും ഇവിടെ നമുക്ക് ലഭ്യമല്ലാത്ത, അവിടെ പരിധികളും പരിമിതികളുള്ള വളരെ വിശാലമായ സെക്ഷുവൽ ലൈഫ് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ മോശമല്ലേ എന്ന് പറയുന്ന അതേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ ലോകത്ത് ലൈംഗിക വിപ്ലവത്തിന് വേണ്ടിയും സെക്ഷൽ റവല്യൂഷന് വേണ്ടി സംസാരിക്കുന്നു. ആംസ്റ്റർഡാമിലെ മറ്റേ തെരുവുകൾക്ക്, ചില്ലുകളുടെ കൂടുകളിൽ സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് നിൽക്കുന്നതിനെ മഹത്വവൽക്കരിക്കുന്നു. അത്തരം സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, പീഡനങ്ങൾ കുറയുക, ബലാത്സംഗങ്ങൾ കുറയുക, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, വേശ്യാലയങ്ങൾ തുറക്കപ്പെടണം, റെഡ് സ്ട്രീറ്റുകൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് ഓരോ സൈഡിൽ സംസാരിക്കുക. നിങ്ങളുടെ അപ്പുറത്ത് എന്ത് ചെയ്യുക, ഹൂറി അത് മോശമല്ലേ, ബഹുഭാരത് അത് പ്രശ്നമല്ലേ, അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് അത് മോശമല്ലേ എന്ന് പറയുകയും ചെയ്യും. ഈ കോൺഫ്ലിക്റ്റ് ആക്ച്വലി ഇവിടെ ലിബറൽസ് ഇതിൽ ഈ ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ഒരു പിന്നെ ബാക്കി പത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുപോലെ ലിബറലുകളാണെങ്കിലും അത് പുറത്തിങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അത് ആസ്വദിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഇതിൻ്റെ റെമനൻസ് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ പൊതുസമൂഹത്തിൽ പൊതുവെ തന്നെ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി ഭയങ്കരമായി എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ അടിച്ചുറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സ് ആസ് ഇറ്റ് സെൽഫ് ഒരു സിന്നാണ് എന്നൊരു ചിന്ത. അവിടെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ കുറിച്ചാണല്ലോ ഇവർ സംസാരിക്കുന്നത്, ഇസ്ലാമിൽ സെക്സ് ഒരു തിന്മയല്ല, ഒരു ബേസിക്കലി അതിൻ്റെ നേച്ചറിൽ തിന്മയല്ല. അപ്പോൾ അതിൽ ഏതൊരു കാര്യത്തിലും എന്നതുപോലെ അതിൽ റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് തിന്മയാണ്. അത് ഭക്ഷണത്തിലുണ്ട്, വസ്ത്രധാരണത്തിലുണ്ട്, സംസാരത്തിലുണ്ട്, എല്ലാത്തിലുണ്ട്. എല്ലാം നമുക്കാവാം. ആ പരിധിക്കുള്ളിൽ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കാം, പക്ഷെ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കരുത്. ഭക്ഷണം കഴിക്കാം, പക്ഷെ അത് പടച്ചവന് അനുവദനീയമാക്കാത്ത ഭക്ഷണം കഴിക്കരുത്. വസ്ത്രം ധരിക്കാം, വസ്ത്രം സൗന്ദര്യത്തോടെ ധരിക്കാം. സൗന്ദര്യത്തോടെ വസ്ത്രം ധരിക്കുന്നതിനും നല്ല ഭക്ഷണം കഴിക്കുന്നതിനും പ്രതിഫലമുണ്ട്. അഥവാ നിങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ വസ്ത്രം ധരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പടച്ചവൻ മറക്കണം, പടച്ചവൻ പറഞ്ഞതുപോലെയാണ് ധരിക്കേണ്ടത്. പടച്ചവൻ പറഞ്ഞ പോകരുത്, ആ വസ്ത്രം പോകരുതെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകരുത്, പോകണം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകണം. ആ റെഗുലേഷൻസ് അനുസരിക്കണം. അതേപോലെ സെക്ഷുവാലിറ്റിക്ക് പ്രതിഫലമുണ്ട്. സെക്ഷുവാലിറ്റിക്ക്, ലൈംഗികതക്ക് അല്ലെങ്കിൽ അത് ഏറ്റവും മനോഹരമായി നിർവഹിക്കുന്നതിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ വേറെ ഐഡിയോളജി ഉണ്ട്, എനിക്കറിയില്ല. മുഹമ്മദ് നബിസ്വലാസ്മയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട് അതിനും പ്രതിഫലമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നബിസ്വലാസ്മ ചോദിച്ചു, വ്യഭിചാരം ചെയ്യുമ്പോൾ കുറ്റല്ലേ, അതിന് തിന്മയല്ലേ, അപ്പോൾ ശിക്ഷ കിട്ടുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു അതെ, വ്യഭിചാരം ചെയ്താൽ ശിക്ഷ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ഹലാലായ അനുവദിച്ച രൂപത്തിൽ ചെയ്താൽ അതിന് നന്മ രേഖപ്പെടുത്തപ്പെടുന്ന അത്രയും ഓപ്പൺ ആയിട്ട് ഇസ്ലാമിന്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ദർശനമാണെന്നുള്ളതിന്റെ തെളിവാണിത്. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ ബയോളജിക്കലി സെക്സ് ചെയ്യാൻ പറ്റുന്നവനാണെങ്കിൽ അതിന് ഉള്ളൊരു കാര്യമാണ്. അവന്റെ പിന്നെ തുടർച്ചക്ക്, മനുഷ്യകുലത്തിന്റെ തുടർച്ചക്ക് അത് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അതേപോലെ തന്നെ സമ്പാദിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇപ്പൊ സമ്പാദിക്കുക, കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ തെറ്റല്ല. ചില ആളുകൾക്ക് അതൊരു ആ നിലക്ക് കാണുന്നുണ്ടാവും. പക്ഷേ മുഹമ്മദ് നബിസ്വലാസ്മയുടെ സഹാബിമാരെ എടുത്തു നോക്കിയാൽ അവരൊക്കെ മില്യണേഴ്സ് ആയിരുന്നു. അന്നത്തെ ഒരു മൂല്യം, വാല്യൂ വെച്ച് നോക്കണം, മില്യണേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ട് ഇസ്ലാം പറയുന്നേ ഇല്ല. സമ്പാദിക്കുക എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ അതിനൊരു എന്തുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്, ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ സമ്പാദിക്കുന്ന ആ അളവിനല്ല ലിമിറ്റേഷൻ, മറിച്ച് അതിനുള്ള വഴികളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടാവരുത്, പലിശ പാടില്ല, അതുപോലത്തെ ചൂതാട്ടം പാടില്ല, അങ്ങനെയുള്ള മറ്റുള്ളവരുടെ തൃപ്തി ഇല്ലാത്ത ധനം നമുക്ക് കൊള്ളലാഭം പാടില്ല. അങ്ങനെയുള്ള ഒരുപാട്
അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ചോളൂ, എത്ര വേണമെങ്കിലും സമ്പാദിച്ചോളൂ. ആ സമ്പാദിക്കുന്നതടക്കം കിട്ടുന്നതടക്കം നിങ്ങൾക്ക് പരീക്ഷണം കൂടിയാണ് എന്ന ഒരു ലോകവീക്ഷണം. അതുപോലെ തന്നെയാണ് സെക്സുമായി ബന്ധപ്പെട്ട്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ അതൊരു ബയോളജിക്കലായിട്ടുള്ള മനുഷ്യനുള്ള ഒരു കാര്യമാണ്. അത് നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ലോകത്ത് ചെയ്യേണ്ടത്. കാരണം എന്താ, ഈ ലോകത്ത് നമ്മൾ തെറ്റിക്കുമ്പോൾ തിന്മകൾ സംഭവിക്കും. കാരണം ഒരു ലൈംഗികത എന്ന് പറയുന്നത് അത് മനുഷ്യനുള്ള ടെൻഡൻസി ആണെന്നുള്ളത് കൊണ്ട് ആരോടും എങ്ങനെയും ചെയ്യാന്നുള്ളതല്ല. അവിടെ ഈ ലോകത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ഒരു കടമകളുടെയും കടപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈംഗികത എന്ന് പറയുന്നത് തുറന്ന രൂപത്തിൽ സംഭവിച്ചാൽ അത് സമൂഹത്തിൽ ഒരുപാട് അരാജകത്വങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി കരാർ മുഖേന വളരെ കൃത്യമായി നിങ്ങളുടെ ഇണകളോടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സെക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലൈംഗികത ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കുറെ റെസ്പോൺസിബിലിറ്റികൾ വെറുതെ നിങ്ങൾക്ക് ആസ്വദിക്കാന്നുള്ളത് മാത്രമല്ല. അപ്പൊ അങ്ങനെ ഇനി ആ അതിർവരമ്പുകൾ അല്ലെങ്കിൽ ആ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പാപഹീതങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ എവിഡൻ്റ് ആണ് ഈ ലോകത്ത്. അവിടെ കുടുംബബന്ധം വ്യക്തമായിട്ടുണ്ടാവില്ല. അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ കൂടെയുള്ള ജീവിതമോ കുടുംബ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ കാര്യമോ ലഭിക്കില്ല. അതേപോലെ തന്നെ ഈ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയപ്പെടുന്നു, സ്ത്രീകളുടെ മുകളിൽ അമിത ബാധ്യതകൾ വരുന്നു, സ്ത്രീകൾ എന്താ പറയുക സിംഗിൾ പാരൻ്റ്ഹുഡ് സ്ത്രീകളുടെ മേൽ മാത്രമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ. പുരുഷന്മാർ ഇത്തരത്തിൽ മോശമായിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോഴും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവിഹിത ബന്ധങ്ങളും അനേകം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് അവർക്ക് മെൻ്റൽ സപ്പോർട്ട് ഒരുപാട് കാലത്തേക്കുള്ള മെൻ്റൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്ന ഒരാളൊപ്പം ഇല്ലാത്തൊരു പ്രയാസം അവർ നേരിടുന്നു. ഇങ്ങനത്തെ പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ അപകടങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരുപാട് എന്താ പറയുക മേഖലകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇസ്ലാം പറയുന്ന ഈ അതിർവരമ്പുകൾ മറ്റും ലംഘിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇസ്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് എപ്പോഴാച്ചെങ്കിൽ ഇസ്ലാം പറയുന്ന ലൈംഗികതയുടെ വിഷയത്തിലെ അതിർവരമ്പുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ലൈംഗികതയിലൂടെ മനുഷ്യന് ലഭിക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതിലൂടെ ലഭിക്കുന്ന ഒരു പ്രിവിലേജ്, ഒരു ഗുണവും ഒരു കംഫർട്ടും ഉണ്ടല്ലോ, അതന്നെയാണ് പ്രശ്നമാവുക. അതായത് ഇസ്ലാം എന്തിനാണോ എവിടെയാണോ നിയമം വെക്കുന്നത് ആ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കിട്ടേണ്ടിയിരുന്ന കാര്യത്തെ തന്നെയാണത് അപകടപ്പെടുത്തും. ഇപ്പോൾ ലഹരിയുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി എന്ന് പറയുന്നത് എന്തിനാണ്? പലപ്പോഴും മാനസിക സുഖത്തിനും അതുപോലെ തന്നെ ശാരീരികമായ എനർജിക്ക് വേണ്ടി പല ആൾക്കാർ ഉപയോഗിക്കാറുള്ളത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെന്നെ നശിക്കുക? മാനസികമായിട്ടുള്ള അവസ്ഥയാണ് നശിക്കുക, ശരീരമാണ് നശിക്കുക. അതേപോലെ തന്നെ ഈ സെക്ഷൽ ലൈഫിൽ ഇസ്ലാം പറയുന്ന നിബന്ധനകൾക്ക് അപ്പുറം പോയാൽ നശിക്കുക എന്താണ്? സെക്ഷൽ ലൈഫ് തന്നെയാണ്, അല്ലെങ്കിൽ ലൈംഗിക ജീവിതം തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനത്തെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയിൽ പെർഫെക്റ്റ് എന്താ പറയുക അവസ്ഥയിൽ എക്സിക്യൂട്ട് ചെയ്യണം. ഇസ്ലാം പറയുന്നു ലൈംഗിക ജീവിതം ഏറ്റവും മനോഹരമാണെങ്കിൽ ഈ വരക്കുള്ളിൽ നിന്നാണ് അത് ഏറ്റവും മനോഹരമാവുക. നിങ്ങളുടെ ലൈംഗിക ജീവിതം മനോഹരമാകാൻ തന്നെ ഈ വരക്കപ്പുറം പോയാൽ എന്താവും? അത് പ്രയാസമാവും. അപ്പോൾ ഈ വരക്കുള്ളിൽ നിന്നാൽ അത് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഇതിൽ ആ നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈംഗികത ആസ് ഇറ്റ് സെൽഫ് ഇസ്ലാമിലൊരു മോശം കാര്യമല്ല. അത് മോശമാണെന്ന് തോന്നുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ഹിപ്പോക്രസിയാണ് പറയുന്നത്. ഇപ്പം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ചില ആളുകൾ അവർ സന്യാസം സ്വീകരിച്ചു എന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ അതായത് ഈ ലൈംഗിക ജീവിതം ഇല്ലാതിരിക്കുക, വിവാഹം കഴിക്കാതിരിക്കുക, ഒരു അത്തരത്തിൽ അതൊക്കെ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പിന്നെ ആത്മീയതയുടെ ഒരു തലമാണ് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് അത് പാലിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹിപ്പോക്രസി അല്ല. മനുഷ്യന് ആവശ്യമായ പിന്നെ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഖങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ അനുവദിക്കുകയും എന്നാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ആ സുഖങ്ങളെ അടക്കം ഇല്ലാതാക്കുന്ന രൂപത്തിൽ അതിൻ്റെ അതിരുകൾ ലംഘിക്കുന്നതിനെ ലിമിറ്റ് ചെയ്യുകയും ഇതാണ് ഈ ലോകത്ത് പിന്നെ എന്ത് ചെയ്യുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടാകട്ടെ മറ്റു വിഷയങ്ങളിലാകട്ടെ ഇസ്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ അതിരുകൾക്കുള്ളിൽ ജീവിച്ച് അതിൻ്റെ സന്തോഷം അനുഭവിക്കുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുക. വേറെ ചില ആൾക്കാരൊക്കെ പറയും ഇസ്ലാം എന്തൊരു പ്രശ്നമാണ്, പിന്നെ മൊത്തം അതിർവരമ്പുകളെല്ലാം പ്രശ്നം എന്ന് പറയും. പക്ഷെ ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഡിസിപ്ലിൻഡ് ആയ ലൈഫ് നയിക്കുമ്പോഴാണ് എല്ലാം ആസ്വദിക്കാൻ പറ്റുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഹെൽത്ത് ആസ്വദിക്കാൻ പറ്റുമ്പോൾ, കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റുമ്പോൾ, ലൈംഗികത ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവരൊരുപാട് വരമ്പുകൾക്കുള്ളിലാണ്, ഒരുപാട് എന്താ പറയുക നിയമങ്ങൾക്കുള്ളിൽ ബന്ധിതമാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇവർ എന്തൊന്നാണോ മുസ്ലിങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെക്കാൾ ആസ്വദിക്കുന്നുവെന്ന് ധരിക്കുന്നത്
ആ വിഷയം തന്നെ അവരെക്കാൾ നന്നായിട്ട് ആസ്വദിക്കുന്നത് ഈ വരമ്പുകൾക്കുള്ളിലുള്ളവരാണ്. ഏറ്റവും നല്ല കുടുംബജീവിതമുണ്ട്, ഏറ്റവും നല്ല സെക്ഷൽ ലൈഫ് ഉണ്ട്, ഏറ്റവും നല്ല പിന്നെ എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ഇപ്പം മുസ്ലിം പ്രദേശങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഫുഡ് ഭയങ്കര ഒരു അതിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും. അത് അമിതമാകുന്നത് പ്രശ്നം തന്നെയാണ്, അതൊരു സംശയമില്ല. പക്ഷെ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അല്ല, അതിൽ ഇസ്ലാമിന് നിർദ്ദേശമുണ്ട്, കഴിക്കുമ്പോൾ അമിതമാവരുന്നുള്ള നിർദ്ദേശം ഇസ്ലാം പറയുന്നുണ്ട്. ഇത് വയറിനെ മൂന്നായിട്ട് ഭാഗിക്കാന്ന് പറയുന്നത് വിഷയം പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ലോകത്തുള്ള അതിർവരമ്പുകൾ മനുഷ്യനെ ആ നിലക്ക് കാണുമ്പോൾ ഇനി പരലോകത്തേക്ക് എത്തുക, ഇപ്പൊ നമ്മുടെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള എൻ്റർടൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ ഇവിടെയുള്ള സുഖങ്ങളോ സന്തോഷങ്ങളോ അതിൻ്റെ പെർഫെക്ഷനിൽ പരലോകത്തുണ്ടാവണം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, സ്വർഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് അത് ചോദ്യം ചെയ്യാം, സംശയമില്ല. പക്ഷേ അത് ദൈവം ഉണ്ടെങ്കിൽ, ദൈവം എല്ലാം സൃഷ്ടിച്ചവനാണെങ്കിൽ, എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ, അവൻ സ്വർഗം സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എല്ലാത്തിൻ്റെയും പെർഫെക്ഷനിസമാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യന് ഇണകൾ വേണ്ടേ? അവിടെ മനുഷ്യന് ഇണകൾ വേണ്ടേ? അപ്പോൾ ആ ഇണകൾ സൗന്ദര്യമുള്ളവരാണ് എന്ന് പറയുന്നതാണോ പ്രശ്നം? അല്ലെങ്കിൽ ആ ഇണകളെ തന്നെ കൊടുത്തതാണോ പ്രശ്നം? ഇപ്പോൾ ഹൂറി എന്ന് പറഞ്ഞാൽ പിന്നെ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സ്വർഗത്തിലെ ഇണകളുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ആ ഇണയെ കൊടുത്തതാണോ പ്രശ്നം? ആ ഇണ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ആ നിലക്കുള്ള ആകർഷകമുള്ള ആയതാണോ പ്രശ്നം? എന്താണ് പ്രശ്നം? അത് പറയും. പക്ഷേ ശരിക്കും ഇപ്പം വിമർശകന്മാരുടെ വിമർശനം കേട്ടാൽ നമുക്ക് മനസ്സിലാവുക ഇതൊന്നും അല്ല ശരിക്കും പറയും ഇണകളെ കൊടുത്തതോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല പ്രശ്നം. ഇവർ കുറെ ധരിച്ചു വെച്ച ലൈംഗികതയെ കുറിച്ചുള്ള കുറെ സാങ്കല്പികമായ വലിയ വലിയ കാട് കയറി ചിന്തിച്ചിട്ട് ഉണ്ടാക്കുന്ന കുറെ സങ്കല്പങ്ങളുണ്ട്. അതൊക്കെയാണ് സ്വർഗത്തിൽ നടക്കുക. ചില ആളുകളുടെ സംസാരം കേട്ട തമാശ സ്വർഗം വേശ്യാലയം പോലെ ആ രൂപത്തിലേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളൂ. ഇസ്ലാം ഒരിക്കലും അങ്ങനെ പരിചയപ്പെടുത്തി. ഇനിയിപ്പോ ഇതിപ്പോ ഇസ്ലാം ഇവിടെ കൊടുത്ത നിയമങ്ങളെ പോലെ സ്വർഗത്തിൽ നിയമങ്ങളിൽ നിയമിക്കുക, വിവാഹം അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഈ ഇവിടെ ലൈംഗികത റെസ്ട്രിക്ഷൻ അങ്ങനെയുള്ള അതേപോലെ നിയമങ്ങളിരിക്കുക. അപ്പോൾ എന്താ പറയാ, എന്ത് ലോകമാണ് ഈ ലോകം? എന്ത് അവിടെയും നിയമങ്ങളോ? ഒരു നന്മ ചെയ്ത ആളുകൾക്ക് പ്രതിഫലമായി എടുക്കുന്ന ഒരു ലോകമാണ് സ്വർഗം. അവിടെ ഇങ്ങനെ കുറെ നിയമങ്ങളോ, അവിടെയെങ്കിലും ഇത് സ്വാതന്ത്ര്യം കൊടുത്തോളം ചോദിക്കും. അത് ചില ആൾക്കാരെ സംബന്ധിച്ച് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുക എന്നുള്ളതാണ്. എന്തുണ്ടെങ്കിലും ഈ ലോകത്ത് നിയമങ്ങളും അതേപോലെ തന്നെ പരിധികളുമാണ് വിമർശനമെങ്കിൽ, ആ ലോകത്ത് കുറച്ചധികം സ്വാതന്ത്ര്യം കൊടുത്തതും കുറച്ചധികം ഫ്ലെക്സിബിൾ ആകുന്നതുമാണ് വിമർശനം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാൻ. ഇപ്പോൾ ലിബറലുകളായ ആളുകളൊക്കെ ഈ ലോകത്ത് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പിന്നെ അവരുടേതായ തിന്മകളുടെ എലമെന്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരലോകത്ത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ ലോകത്ത് അത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് കോൺസിക്വൻസുകളുണ്ട്. ഈ ലോകത്ത് അതിന് കോൺസിക്വൻസ് ഉണ്ട്, പരലോകത്ത് കോൺസിക്വൻസ് ഇല്ലാതെ ഇണകളായിക്കൊണ്ട് തന്നെ, അല്ലാതെ വേശ്യാലയങ്ങളല്ല, ഒരു മനുഷ്യനുള്ള ഇണയായിട്ടാണ് ഹൂറികൾ എന്ന് പറഞ്ഞത്. അവരാകട്ടെ നല്ല സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ ലോകത്ത് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, പരലോകത്തും അങ്ങനെ ആവാൻ പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വേറെന്തോ ആലോചിക്കുന്നത്. പക്ഷേ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ പറഞ്ഞതുപോലെ വികലമായ ചിന്തകൾ മാറ്റി വെക്കുക. ഈ സ്വർഗം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു പെർഫെക്ഷൻ ആണ്. അവിടെ ലൈംഗികതയും അവിടെ അതില്ലെങ്കിലാണ് പ്രശ്നം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഓരോരുത്തരും വ്യത്യസ്തം പറഞ്ഞു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചോ. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരുപാട് വിഷയങ്ങളിൽ എന്താ പറയുക നിയമങ്ങളൊക്കെ പാലിച്ചു. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുന്നിടത്താണെങ്കിലും തിരഞ്ഞെടുക്കുന്നിടത്താണെങ്കിലും ഒക്കെ ഒരുപാട് നിബന്ധനകളൊക്കെ പാലിച്ചുവെങ്കിൽ ഞാൻ എത്താൻ പോകുന്ന സ്വർഗത്തെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷകളിൽ എൻ്റെ ഒരു പ്രതീക്ഷ ആയിരിക്കും എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളത്. ആ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റില്ല. എല്ലാവരും പറയും ഒരു തെറ്റില്ല എന്ന് പറയും. അതേപോലെ തന്നെ സമാധാനം പ്രതീക്ഷിക്കുന്ന പറഞ്ഞ ഒരു തെറ്റില്ല എന്ന് പറയും. നല്ല വീട് പ്രതീക്ഷിക്കുന്ന ഒരു തെറ്റില്ല എന്ന് പറയും. ഇതേപോലെ മനുഷ്യൻ്റെ ബേസിക് നീഡുകളിൽ ഒന്നാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ലൈംഗിക എന്ന് പറയുന്നത്. അത് നീഡല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? എന്നെ സംബന്ധിച്ച് അത് ലിബറൽസിൽ പോലും ഉണ്ടാവില്ല. കാരണം ലിബറൽസിൽ ഈ വിഷയത്തിൽ കൂടുതൽ റവല്യൂഷന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ നീഡാന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യന് ആവശ്യമായിട്ടുള്ള, മനുഷ്യനെ ആസ്വദിക്കുന്ന, മനുഷ്യന് എന്താ പറയുക ചില സമയങ്ങളിൽ അതിന് ക്ഷാമം അനുഭവിക്കുന്ന അത്തരത്തിൽ ഭക്ഷണത്തെ പോലെ എല്ലാത്തിനെയും പോലെ ചിലപ്പോൾ നന്നായിട്ട് കിട്ടും, ചിലപ്പോൾ തീരെ കിട്ടില്ല. അതിൽ പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും, സംതൃപ്തിയുള്ള സാഹചര്യം ഉണ്ടാവും, സംതൃപ്തി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ തൃപ്തി നേടണമെന്ന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടാവും. നേരത്തെ ഭക്ഷണത്തിൻ്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ ഈ ആളുകൾ, ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോൾ സെക്ഷുവാലിറ്റി വിഷയമാണെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകളോട് സെക്ഷലി ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഈ ലോകത്തുണ്ടെന്ന് വിചാരിച്ചോ. ആ ആൾ പടച്ചോൻ്റെ നിയമം അനുസരിച്ച് താൻ വിവാഹം കഴിച്ച ആളോട് മാത്രം ആ വിഷയം പ്രായോഗികമാക്കുന്നു. അവിടെ സംതൃപ്തി ലഭിക്കാത്ത മേഖലകളിൽ പോലും ക്ഷമിച്ച് നിൽക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ ഒരുപാട് നിബന്ധനകളും നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പരലോകത്ത് എത്തുകയാണ്. ആ മനുഷ്യന് അവിടെ എത്താൻ പോകുന്ന സ്വർഗത്തിൽ ഭക്ഷണത്തെ പ്രതീക്ഷിക്കുന്നത് പോലെ, വീടിനെയും മറ്റു സുഖചര്യങ്ങളെയും പ്രതീക്ഷിക്കുന്നത് പോലെ എന്തുകൊണ്ട് ഈ ലൈംഗികമായ വിഷയത്തിൽ ഒരു പ്രതീക്ഷ വെച്ചുകൂടാ? അല്ലെങ്കിൽ അത് മാത്രം എങ്ങനെയാണ് പ്രശ്നമാകുന്നത്?
ഈ ലൈംഗികതയ്ക്ക് ഈ ലോകത്ത് അവസരം വേണം, ഇവിടെ ഒരുപാട് റെസ്ട്രിക്റ്റുകൾ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും അത് പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നതിനൊക്കെ വേറെ മാർഗങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനാണ് ഈ ഒരു ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് സ്വയം ആലോചിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും പെർഫെക്ഷനിൽ സുഖം ലഭിക്കുന്ന ഒരു ലോകത്ത് എല്ലാ സുഖങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഇണകളും ഉണ്ടാകും. ആ ഇണകൾ വളരെ പിന്നെ സുന്ദരമായി അതിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ ലൈംഗികത ആസ് ഇറ്റ് സെൽഫ് ഒരു സിന്നാണ് എന്നൊരു ചിന്തയും കൊണ്ട് നടക്കുക. എന്നാൽ അതേ സമയത്ത് എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള തിന്മകൾ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വിഷയങ്ങൾ, വ്യഭിചാരം അല്ലെങ്കിൽ വേശ്യാലയം എന്ന നിങ്ങളുടെ ധാരണ അല്ല അവിടെ സംഭവിക്കുന്നത്, ഇണകൾ തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തെ ഇണ പോലെയാണ് അവിടുത്തെ ഇണ, ഈ ലോകത്തെ സംവിധാനം അല്ല അവിടുത്തെ സംവിധാനം എന്നുള്ളതുകൊണ്ട് ഈ ലോകത്തെ ഇണ പോലെ ആയിരിക്കില്ല അവിടുത്തെ ഇണ. അവിടുത്തെ ഇണകൾ, അവിടുത്തെ സംവിധാനങ്ങൾ, അവിടുത്തെ കുടുംബങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് കൺസീവബിൾ അല്ല. അത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പിക്ചറായിട്ടോ ഒരു മൂവി ആയിട്ടോ ഒരു 3D സംഭവമായിട്ടോ ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതായത് ഒരു ലോകത്തെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഡെഫിനേഷനിൽ നിന്നുകൊണ്ടായിരിക്കണം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു പിക്ചറിനെ പറ്റി പറയുകയാണ്. ആ പിക്ചറിനെ പറ്റി ആദ്യം പറഞ്ഞു അത് റൗണ്ട് ആണെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ കൂടെ എങ്ങനെ മനസ്സിലാക്കുക? റൗണ്ടിൻ്റെ ഉള്ളിലാണ് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ സ്വർഗത്തെ പറ്റി ആദ്യം പറയുന്നതാണ് മാല ഐനൂർ അത്ത്, ഒരു കണ്ണും കാണാത്തതാണത്. വല ഉദുൻ സമയത്ത്, ഒരു കാതും കേൾക്കാത്തതാണത്. വല ഖത്തറ അല ഖൽബി ബഷർ, ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്കും പ്രവേശിക്കാത്തതാണത്. അഥവാ സ്വർഗത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ഇതുവരെ കണ്ട ഒരു കാര്യമല്ല. സ്വർഗത്തിലുള്ള ഒരു ശബ്ദവും നമ്മൾ ഇതുവരെ കേട്ട ശബ്ദമല്ല. സ്വർഗത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ഇതുവരെ സങ്കല്പിച്ച കാര്യമല്ല. സങ്കല്പം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഈ ലോകത്ത് ആക്ച്വലി പോസിബിൾ അല്ലാത്ത പല കാര്യങ്ങൾ പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഈ ലോകത്ത് ആക്ച്വലി ഇല്ല, ലോജിക്കൽ ഇമ്പോസിബിലിറ്റി അല്ല, എന്നാൽ നോർമൽ നമുക്കറിയാം സാധ്യമില്ല എന്നല്ല. അപ്പോൾ ഒരു പറക്കുന്നൊരു കുതിര സാധ്യമില്ല നമുക്കറിയാം, പക്ഷെ നമുക്കത് സങ്കല്പിക്കാം, നമ്മുടെ മനസ്സിലേക്ക് അത് പ്രവേശിക്കും. അതേപോലെ തന്നെ ഒരു ആന പറക്കുന്നത് സങ്കല്പിക്കാം, ഒരു വീട് ഇങ്ങനെ പാറിപ്പോകുന്നത്, മേഘങ്ങൾക്കിടയിലൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചില്ല് കൊട്ടാരം ഇങ്ങനെ പാറിപ്പോകുന്ന നമ്മളതിനുള്ളിൽ ജീവിക്കുന്നതൊക്കെ നമുക്ക് സങ്കല്പിക്കാം. ഈ സങ്കല്പിക്കാൻ എന്തൊക്കെ ഈ ലോകത്ത് കഴിയുമോ അതൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. അഥവാ അതിനർത്ഥം നമ്മുടെ സങ്കല്പം പോയി നിൽക്കുന്നൊരു അറ്റുണ്ടല്ലോ, ആ അറ്റത്തിൻ്റെ അപ്പുറത്താണ് സ്വർഗത്തെ ഏറ്റവും ചെറിയ സുഖം. ആ സുഖം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ലോകത്തെ പല കാര്യങ്ങളോടും സ്വാഭാവികമായിട്ടും കുറച്ച് നമുക്ക് താരതമ്യം ചെയ്ത് പറഞ്ഞു തന്നു. അതിനപ്പുറം ആ ലോകത്തുള്ള ഒരു കാര്യം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ബേസിക് ഡെഫിനേഷനിൽ നിന്ന് ആ കാര്യം മനസ്സിലാക്കണം. അവിടുത്തെ അവിടെ ഇണകളുണ്ട്. ആ ഇണകളോടാണ് ലൈംഗികമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്നത്. ആ ഇണകളോട് പരമാവധി സംതൃപ്തിയിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾ ഭക്ഷണത്തിനും മറ്റൊക്കെ കാര്യം പോലെ തന്നെ പരമാവധി സംതൃപ്തിയിൽ ലൈംഗിക വിഷയവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രായോഗികമാക്കാൻ പറ്റും. അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ആ ഇണസങ്കല്പം എങ്ങനെയാണ്, ആ ഇണയുടെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നത്, ആ കുടുംബ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ചലഞ്ചും ഈ ലോകത്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും സന്തോഷ സമാധാനം ഉണ്ടാവില്ല. കാരണം ചലഞ്ചുകൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം സഹിച്ച് ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാവുക. ആർക്കാണെങ്കിലും അവിടെ പ്രയാസമല്ല, ചലഞ്ചില്ല, പക്ഷെ സമാധാനമുണ്ട്. എങ്ങനെ അറിയില്ല, അതറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ലോകത്ത് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അവിടെ മാത്രം അഴിക്കപ്പെടുന്ന ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകളുണ്ട് എന്ന് ബോധ്യപ്പെടണം. അത് സർവശക്തനായ പടച്ചൊരുക്കിയ ലോകമാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ പരിമിതികളുള്ള ലോകമാണ്. ഈ ലോകത്ത് നിന്ന് ആലോചിക്കുമ്പോഴും ഈ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും അത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമല്ല. അങ്ങനെ മനസ്സിലാകാതിരിക്കുമ്പോൾ കൂടിയാണ് അവിടെ പോയാൽ മാത്രമേ ചില കാര്യങ്ങൾ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ആ പൂർണ്ണതയിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നതുകൂടിയാണ് ആ ലോകത്തെ സ്പെഷ്യലാക്കുന്നത്, ആ ലോകത്തൊരു പ്രത്യേകത ഉള്ളാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ കമൻറ്റിൽ വന്നിട്ടുള്ളത് മദ്യപ്പുഴ അവിടെ പറ്റുമെങ്കിൽ ഇവിടെ എന്താ എന്നുള്ളത്. കാരണം സ്വർഗത്തിൽ പറഞ്ഞു സ്വർഗത്തിലുള്ള മദ്യം ഇവിടെയുള്ള മദ്യം പോലെ അല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞത് തന്നെ വളരെ വ്യക്തമാണ്. പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഉള്ളതുപോലുള്ളൊരു മദ്യമല്ല സ്വർഗത്തിലുള്ള മദ്യം എന്നുള്ളത്. മദ്യം സുലഭമായി ലഭിക്കും, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന മദ്യമല്ല ഇവിടെ. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മദ്യത്തോട് താരതമ്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ്, നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. അപ്പോൾ അവിടെ പറ്റുമെങ്കിൽ ഇവിടെ എന്താ. അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് മദ്യം ഇവിടെ പറ്റാതായത് അല്ലെങ്കിൽ ഹറാമായത്. ഇവിടെ ഹറാമാണ്, അവിടെ എന്തുകൊണ്ട് ഹറാം, ഇവിടെ എന്തുകൊണ്ടാണ് ഹറാമായത്. എല്ലാം അറിയുന്ന പടച്ചോൻ നമുക്ക് ഹറാമാക്കിയത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സമൂഹത്തിന് ദർ ആർ ബാഡ് കോൺസിക്വൻസ് ഫോർ ഇറ്റ് അല്ലേ. ഒരുപാട് പിന്നെ പ്രത്യാഘാതങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ടുണ്ട്. അങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്ന് പടച്ചവൻ അറിയുന്നത് കൊണ്ട്, അത് നമുക്ക് ദോഷകരമാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇവിടെ ഹറാമാക്കിയത്. ആ പ്രത്യാഘാതങ്ങൾ ഇല്ല എന്ന് വെക്കുക. അതായത് മദ്യം കൊണ്ട് നമുക്ക് ശരീരത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല, സമൂഹത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മുടെ ബുദ്ധിശക്തിയെ ബാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ പുറത്തുനിന്ന് ആലോചിച്ച് നോക്കുക, അതൊരു ലിബറലായി അല്ലെങ്കിൽ മതരഹിതനായി ഒന്ന് ആലോചിച്ച് നോക്കുക. മദ്യത്തിനൊരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നല്ലൊരു സുഖം കിട്ടുന്നു എന്നുള്ളത് മാത്രം. ആ സുഖം കൊണ്ടുള്ള കോൺസിക്വൻസുകൾ ഇല്ലെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം? ഈ ലോകത്തെന്താ മദ്യത്തിന് പ്രശ്നം? കോൺസിക്വൻസ് ഉള്ളത് കൊണ്ടല്ലേ പ്രശ്നമായത്.
ഈ കോൺസീക്വൻസുകൾ ഇല്ല അവിടെ. എവിടെ? സ്വർഗത്തിൽ ഈ പറഞ്ഞ ബാഡ് കോൺസീക്വൻസുകൾ ഇല്ല. ആ ബാഡ് കോൺസീക്വൻസുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്താ അവിടെ? ആ ബാഡ് കോൺസിക്വൻസുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ അത് ഓക്കെ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മദ്യമല്ല പ്രശ്നം, മദ്യത്തിന്റെ ബാഡ് കോൺസിക്വൻസ് ആണ് പ്രശ്നം. അപ്പം ആ ബാഡ് കോൺസിക്വൻസുകൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഉള്ളതുപോലെയല്ല, ഇവിടെയുള്ള സാമൂഹ്യ സാഹചര്യം അല്ല, ഇവിടെയുള്ള വ്യവസ്ഥയല്ല, ഇവിടെയുള്ള മദ്യമല്ല, അവിടെയുള്ള മദ്യം. ബാഡ് കോൺസിക്വൻസുകൾ ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇനി അതിൽ മനസ്സിലാക്കാൻ വെച്ചാൽ ബാഡ് കോൺസിക്വൻസ് ആക്സിഡന്റലി അത് വന്നതുകൊണ്ട് പടച്ചോൻ അതിന് അങ്ങനെയല്ല. പടച്ചോൻ അതിന് ആ ബാഡ് കോൺസിക്വൻസ് ഉള്ള രീതിയിലാണ് അതിനെ സംവിധാനിച്ചത്. എന്തിനാ? ലനബുലുവന്നക്കും വലിയ ബുലുവക്കും. പടച്ചോൻ ഈ ലോകത്ത് പരീക്ഷണം നടത്താനാണ് ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും പരീക്ഷണത്തിന് പറ്റുന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ചില പാനീയങ്ങൾ അനുവദനീയമാക്കണം, ചില പാനീയങ്ങൾ നിഷിദ്ധമാക്കണം. നിഷിദ്ധമാക്കുന്ന പാനീയങ്ങൾ എന്തുകൊണ്ട് നിഷിദ്ധമാണെന്നുള്ളത് മനുഷ്യന് ബുദ്ധി കൊടുത്തത് മനുഷ്യൻ ചിന്തിക്കും. അപ്പോൾ ആ നിഷിദ്ധമാക്കാനുള്ള കാരണങ്ങൾ പടച്ചോൻ സ്വാഭാവികമായിട്ട് ഇവിടെ സംവിധാനിക്കണം. ആ പടച്ചോൻ സംവിധാനിച്ചു. അപ്പോൾ നിഷിദ്ധമായ പാനീയങ്ങളും അനുവദനീയമായ പാനീയങ്ങളും മുന്നിൽ കാണുന്ന മനുഷ്യന്മാർ വേണം. അതിൽ അവന് രണ്ടും തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ വേണം. ഇവിടെ ഉണ്ടാകുന്ന ബാഡ് കോൺസിക്വൻസുകൾക്കൊപ്പം തന്നെ നിഷിദ്ധമായ പാനീയങ്ങളിൽ അവനിൽ പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകുന്ന കുറച്ച് സ്പെഷ്യൽ എലമെൻറ്റ്സ് വേണം. അപ്പോൾ അവൻ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. അട്രാക്റ്റഡ് ആകുമ്പോഴും അട്രാക്ഷൻ വരുമ്പോഴും പടച്ചോൻ പറഞ്ഞല്ലോ എന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അതൊന്ന് ഒഴിവാക്കാൻ പറ്റണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പടച്ചോൻ പറഞ്ഞതിനെയും അവഗണിച്ച് പടച്ചോൻ പറഞ്ഞതിനെയും ഒഴിവാക്കിയിട്ട് അത് കുടിക്കാൻ പറ്റണം. ഇതിനുള്ള സ്വാതന്ത്ര്യം അവന് വേണം. അപ്പോഴാണ് ആ പടച്ചവൻ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് അവനിൽ സ്പെഷ്യൽ അട്രാക്ഷൻ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും പടച്ചോൻ പറഞ്ഞ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്തതിന് സ്പെഷ്യൽ റിവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ പരീക്ഷണം പൂർത്തിയാവുക അപ്പം മാത്രമേ സംഭവിക്കുന്നുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ള കമൻറ്റ് എന്താ വെച്ചാൽ ഇവിടെ തെറ്റ് ചെയ്യാതിരിക്കുന്നത് സ്വർഗത്തിൽ തോന്നിയാസം ചെയ്യാനാണോ എന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇവിടെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത് പടച്ചവനുള്ള സമർപ്പണമാണ്. ആ പടച്ചവൻ്റെ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. പടച്ചവനറിയാം നമ്മൾ ചെയ്യുന്ന, ഞാൻ വ്യഭിചരിച്ചാൽ, ഞാൻ കള്ളു കുടിച്ചാൽ, ഞാൻ ലഹരി ഉപയോഗിച്ചാൽ, ഞാൻ മറ്റൊരാളെ തെറി പറഞ്ഞാൽ, ഞാൻ പിന്നെ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, കുടുംബബന്ധം മുറിച്ചാൽ, അങ്ങനെയുള്ള ഏതൊരു വിഷയത്തിനും ദർ ആർ ബാഡ് കോൺസിക്വൻസ് ഫോർ ഇറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ബാഡ് കോൺസിക്വൻസുകളുണ്ട്. അത് പടച്ചവനുള്ള സമർപ്പണത്തിൻ്റെ ലംഘനമാണ്. അതുകൊണ്ടാണ് ഇവിടെ തെറ്റ് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോയി തോന്നിയാസം ചെയ്യാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ബാഡ് കോൺസിക്വൻസുകളില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ബാഡ് കോൺസിക്വൻസുകളില്ല എന്ന് മാത്രമല്ല അവിടെ നല്ലൊരു വ്യവസ്ഥയാണുള്ളത്. ഈ തെറ്റുകൾ എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ഇവിടെ ഉള്ളത്. നമുക്ക് ആസ്വാദനത്തിനുള്ളതുപോലെ തെറ്റുകൾ ചെയ്യാനുള്ള ടെൻഡൻസി അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഗ്രഹവും ഇവിടുത്തെ ആഗ്രഹങ്ങൾ പോലെ ആവുമെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് പരിമിതി. ഇപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നമുക്ക് ജോലി എടുക്കണം. അവിടെ ഒന്നുമില്ലല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത് കിട്ടുന്നുണ്ട്. സെക്ഷുവാലിറ്റി ആണെങ്കിൽ അത് ഇണകളുണ്ട്. ഇതൊന്നും ഇപ്പം ഭൂമിയിലാണെങ്കിൽ നമുക്കൊരു ഇണയനെ കിട്ടാൻ, ഒരു ഹലാലായ രൂപത്തിൽ തന്നെ ഒരു ഇണയനെ കിട്ടാൻ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ സമ്പാദ്യം വേണ്ടി വരും, വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണ്ടി വരും, ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ അവിടെ അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചീത്ത കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ലോകത്തേക്ക് പോയിട്ട് പിന്നെ അത് നമ്മുടെ ബേസിക് തോട്ട്സിൽ പോലും അത് വരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മദ്യത്തിൻ്റെ വിഷയമാണെങ്കിലൊക്കെ ഈ ഇവിടെ പറയുന്ന ഇതിപ്പോൾ അവിടെ അല്ലാത്ത ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത് ആ ഇപ്പോൾ മദ്യത്തിൽ ഒരു ഹദീസ് ഉണ്ടല്ലോ, മദ്യത്തിൽ ചില നന്മകളുണ്ട്, ചില തിന്മകളുണ്ട്. യെസ്, അതായത് കുറച്ച് ഗുണങ്ങളുണ്ട്, കുറച്ച് തിന്മകളുണ്ട്. തിന്മയാണ് ഗുണത്തേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അങ്ങനെ ലോകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വ്യഭിചാരത്തെ പറ്റി പറഞ്ഞു. വ്യഭിചാരത്തിൽ തിന്മ മാത്രമല്ല ഉള്ളത്, ഉപകാരമുണ്ട്. മനാഫ എന്നാണല്ലോ, നന്മയല്ല, ഹൈറല്ല, ബെനിഫിറ്റ്സ് ആണ്, അഥവാ ഉപകാരങ്ങളുള്ളത്. ഇപ്പോൾ വ്യഭിചാരത്തിലുള്ള ഉപകാരം എന്താ? ലൈംഗികമായ സെക്ഷലി ഒരു സുഖം കിട്ടും, ഉപകാരമുണ്ട്. തിന്മ ഉണ്ട്. എന്താ തിന്മ? വലിയ കുടുംബം വന്ന് നശിക്കും. അവൻ്റെ ലൈഫിൽ അവൻ്റെ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും വലിയൊരു സപ്പോർട്ട് ഇല്ലാതെയാവും. കുട്ടികൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ തിന്മയുണ്ട്. അപ്പോൾ ആ തിന്മ അല്ലെങ്കിൽ അതുകൊണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉപകാരത്തേക്കാൾ വലുതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളത് ഇവിടെ ചൂസ് ചെയ്യുന്നതാണ്. പടച്ചോൻ പരലോകത്ത് പറയുന്നത് വെച്ചാൽ ഈ മനാഫകൾ അല്ലെങ്കിൽ ഈ ഉപകാരങ്ങൾ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവിടെ തരും. എന്തില്ലാതെ? ഈ ബാഡ് കോൺസിക്വൻസ് ഇല്ല, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ പടച്ചോൻ്റെ ഓഫറുകൾ, ഇപ്പോൾ മദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മദ്യത്തിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുള്ളൊരു പാനീയം അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോകത്ത് കണ്ട മദ്യം അവിടെ ഇല്ല. എന്താ കാരണം? അവിടെ ഉള്ളതൊന്നും നമ്മൾ കണ്ടതല്ല, അല്ലെങ്കിൽ അവിടെ ഉള്ളതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അവിടെ പാലിൻ്റെ അരുവുണ്ട്, തേനിൻ്റെ അരുവുണ്ട് എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ പാലും തേനുമാണ് നമ്മൾ ധരിക്കുന്നതിൽ അർത്ഥമല്ല. പാല് കൊണ്ട് നമുക്ക് എന്താണോ
ആവശ്യമുള്ള അല്ലെങ്കിൽ പാല് കൊണ്ട് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തേന് കൊണ്ട് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത്. തേനെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിൽ മാത്രം നമ്മൾ കഴിക്കുള്ളൂ, പക്ഷേ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരുപാട് നമ്മൾ കഴിക്കില്ല. പാല് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കുടിക്കും, ടേസ്റ്റ് തേനിൻ്റെ അത്ര പാലുണ്ടാവില്ല. പാല് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. മദ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ വേറെയാണ്, വേറൊരു ആസ്വാദനം, വേറൊരു ടൈപ്പ് ഓഫ് ഒരു രീതിയിലാണ് മദ്യം ഉപയോഗിക്കുന്നത്. ഈ ഉപകാരങ്ങളൊക്കെ അതിൻ്റെ പീക്ക് ലെവലുള്ള പാനീയങ്ങളുണ്ട്. തേനിൻ്റെ പോലെ ഒരു ചെറിയ അളവിൽ നമ്മൾ കഴിക്കുള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനത്തെ ഒരു പാനീയം അവിടെ ഉണ്ട്. അത് മനസ്സിലാണെങ്കിൽ എന്തുകൊണ്ട് താരതമ്യം ചെയ്യണം? തേനിനോട് താരതമ്യം ചെയ്യണം. പാല് പോലെ നമ്മൾ ഒരുപാട് കുടിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് എനർജി നമുക്ക് കിട്ടുന്ന ഒരു പാനീയം അവിടെ ഉണ്ട്. ആ പാനീയത്തിൻ്റെ ആ ഉപകാരത്തിൻ്റെ ഏറ്റവും പീക്ക് കിട്ടുന്ന, അതിൻ്റെ മാക്സിമം കിട്ടുന്ന ഒരു പാനീയം അവിടെ ഉണ്ട്. അതേപോലെ മദ്യത്തിലൂടെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മദ്യം ഒഴിവാക്കുന്ന ആൾ എന്തൊന്നാണോ പടച്ചവന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്, ആ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അതിൻ്റെ പീക്ക് കിട്ടുന്ന ഒരു പാനീയം പടച്ചവനോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? ഈ പടച്ചവൻ്റെ കൽപ്പനക്ക് വേണ്ടി മദ്യം കുടിക്കാൻ അത്രയും താല്പര്യമുള്ള ഒരാൾ അത് ഒഴിവാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നിയമം പാലിച്ചുകൊണ്ട് അതിനെ മാറ്റിവെക്കുമ്പോൾ. യെസ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പരലോക ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ വരുന്നത്. പല പരിഹാസങ്ങളും ഒരു പെരിഫറലായി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, എന്തെങ്കിലുമൊക്കെ പരിഹസിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് പരിഹസിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ആ വീഡിയോ തന്നെ ആള് പറഞ്ഞു നിങ്ങളൊക്കെ നിസ്കരിക്കാൻ പോണത് ഹോറികളെ കണ്ടിട്ടാണ്. അപ്പം അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർ പറയുന്നത് കേട്ടാ തോന്നുന്നത് വെച്ചാൽ ഇസ്ലാമിൽ ഖുർആനിൽ മൊത്തത്തിൽ ഇങ്ങനെ ഹൂറികളെ കുറിച്ച് ആകത്ര ആയത്തുള്ളത് കുറച്ച് ഏതാനും 2-3 ആയത്തുകളാണ് മൊത്തം 6000-ൽ പരം ആയത്തുകളിൽ. അത്രയും കുറച്ചാണ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം പിന്നെ അത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പെർഫെക്ഷനിൽ ആ ഒരു സുഖം അതിൻ്റെ പെർഫെക്ഷനിൽ അവിടെ കിട്ടും. എല്ലാത്തിൻ്റെയും പെർഫെക്ഷനിൽ അതിൻ്റെ സുഖം കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനെ ആരെങ്കിലും ഇത് ഈ പെരിഫറലായ കളിയാക്കലുകൾക്കപ്പുറത്തേക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ കമൻ്റായിട്ടും മറ്റും വരുന്ന കാര്യങ്ങളുള്ള റിയാക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോകളിലും ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.